പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലി മലർക്കിളി. കനവ് പോലെ പുതു കവിത പോലെ, കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ. ഓ, കേട്ടാലെന്താ? എന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ലല്ലോ. അമ്മ വരട്ടാതെ വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം. നീ വന്നതല്ലേ ഉള്ളൂ. വേഷമൊക്കെ മാറി വലുതും വന്ന് കഴിക്കാൻ നോക്ക്. ഓ, അപ്പോ സംഗതി എന്തോ സീരിയസ് ഉള്ള കാര്യമാണല്ലോ. അതെ, സീരിയസ് ഉള്ള കാര്യം തന്നെയാ. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. ഈ കുട്ടിക്കളിയും കുറുമ്പുമായി എത്ര നാൾ തട്ടിക്കഴിക്കാനാ നിന്റെ വിചാരം? വയസ്സ് എത്രയെന്നല്ല പിടിയുണ്ടോ? ഓ, നിന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞും കുടുംബമായി ജീവിക്കുന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നേ? അവരൊക്കെ അങ്ങനെ ജീവിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ നിഷേധത്തിന് കേൾക്കാനല്ല വിളിപ്പിച്ചത്. കാര്യങ്ങളൊക്കെ നിന്റെ അമ്മ വിശദമായി പറഞ്ഞു തരും. തർക്കുത്തരം പറയാൻ നിൽക്കാതെ അതങ്ങ് അനുസരിച്ചോണം. പറഞ്ഞു വരുന്ന കല്യാണത്തെ കുറിച്ചാവും. അക്കാര്യത്തിൽ ഞാൻ എന്റെ അഭിപ്രായം നേരത്തെ തന്നെ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലപ്പുറം ഒന്നും ആരും ഇപ്പൊ പ്രതീക്ഷിക്കണ്ട. ആഹാ, അത് നീ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. തന്നിഷ്ടം പോലെ നടക്കുന്നു, മതിയായിക്കോണം. ഞാൻ പറഞ്ഞതല്ലേ എന്റെ പഠിത്തം കഴിഞ്ഞ് മതി കല്യാണമെന്ന്. അന്ന് നിങ്ങളൊക്കെ സമ്മതിച്ചതുവാ. പിന്നെന്താ ഇപ്പൊ ഒരു മനമാറ്റം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. അതുകൊണ്ട് എന്റെ മോള് പറയുന്നത് അങ്ങ് അനുസരിച്ചോണം. അല്ലെങ്കിൽ തന്നെ ഇവളുടെ പഠിത്തം കഴിയാൻ കാലത്ത് നിൽക്കുന്നതേ ഗണപതിയുടെ കല്യാണം പോലെയോ. ഏതെങ്കിലും ഒരെണ്ണം ഇതുവരെ നീ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ദേ, അതുകൊണ്ട് പഠിച്ചതൊക്കെ മതി. ആഹാ, അത് ഞാൻ തീരുമാനിച്ചോളാം. അത് കഴിഞ്ഞുള്ള കല്യാണാലോചനയൊക്കെ മതി. അമ്മേ, വാശി കാണിക്കാതെ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടുവരാം. കാണിക്കാതിരുന്ന ഈ വയ്യായിക കൂടുകയുള്ളൂ. വേണ്ട, ഞാനൊരു ഡോക്ടറെയും കാണാൻ വരുന്നില്ല. വാശി നിനക്ക് മാത്രം പോരല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് ബുദ്ധിമുട്ടല്ലേ? പിന്നെ നീ വിളിക്കുന്നിടത്തൊക്കെ ഞാനെന്തിനാ വരുന്നേ? അമ്മ ഇങ്ങനെ കുട്ടികളെ പോലെ തുടങ്ങിയ ഇത്തിരി കഷ്ടമാണ് കേട്ടോ. ഈ അവസ്ഥയിൽ അമ്മ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനത്തോടെ ജോലിക്ക് പോകും? എനിക്ക് കൂട്ടിരിക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ നീയല്ലേ എനിക്കിവിടെ കാവലിരിക്കുന്നേ. ലീവ് കൂട്ടാതെ നീ ജോലിക്ക് പോകാൻ നോക്ക്. എന്റെ ഈശ്വര, എന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്താതെ നിനക്ക് എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ? അമ്മേ, ബാക്കിയുള്ളവരെ കൂടി എന്തിനാ എങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇക്കാര്യം ഒഴികെ അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടുള്ളതല്ലേ. അതിലെന്താണ് ഇത്ര പുതുമ പറയാൻ? അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ കടമയാ. എന്റെ സഹായത്തിന് ആരുണ്ട് ഇവിടെ? നീ ജോലിക്ക് പോയാൽ പിന്നെ തിരിച്ചു വരാൻ ഒരു നേരമാവും. അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടണ്ടേ? ഇടയ്ക്ക് എവിടെയെങ്കിലും ഉരുണ്ട് വീണ് ശ്വാസം പോയാ നീ വരുന്നവരെ ഉറുമ്പ് ഈച്ച അരിച്ചു കിടക്കണം. എന്റെ തലവിധി അങ്ങനെ ആയിപ്പോയി. ഞാൻ കല്യാണത്തിന് സമ്മതിച്ച അമ്മയുടെ തലവിധിക്ക് മാറ്റം ഉണ്ടാവൂ? സംശയം എന്താ? മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ അടുത്തുണ്ടായാൽ തന്നെ വയസ്സ് എന്നവർക്ക് ഒരു ധൈര്യവാടാ. എവിടെയെങ്കിലും നമ്മൾ നിടറിപ്പോയാ താങ്ങിനൊരു കൈയുണ്ടാവും.
ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നീയും ഈ പ്രായം എത്തണം. അന്നമ്മ അമ്മ പറഞ്ഞ് സങ്കടപ്പെട്ടത് നേരാണെന്ന് നിനക്ക് അന്ന് ബോധ്യാവും. ആ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നടന്നു കാണാൻ കർമ്മമില്ലാത്തത് പറഞ്ഞെങ്കിലും ആശ തീർക്കാലോ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. അമ്മ എന്തൊക്കെ ഗുണഗണങ്ങൾ പറഞ്ഞാലും ഹരിയേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെന്താന്നാ നിന്നോട് ചോദിച്ചത്? നിന്റെ നോട്ടത്തിൽ അവൻ എന്താ ഒരു കുറവ്? ഈ ചോദ്യം എന്നോടല്ല അമ്മ ചോദിക്കേണ്ടിയിരുന്നത്, ഹരിയേട്ടനോടായിരുന്നു. കുറച്ചുനാൾ മുമ്പ് പുള്ളിക്കാരന്റെ കണ്ണില് എനിക്കായിരുന്നല്ലോ കുറ്റവും കുറവും ഒക്കെ. ഇപ്പൊ അതൊക്കെ പെട്ടെന്ന് മാറിയതിന്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. കെട്ടി എഴുന്നള്ളിച്ചോടെ നടന്ന ഒരു പെണ്ണിന്റെ തനി സ്വഭാവം അറിഞ്ഞപ്പോ ആ ബന്ധം അങ്ങ് മതിയാക്കാന്ന് വെച്ചു. എന്നിട്ട് നാട്ടുകാരുടെ ബന്ധുക്കളുടെ മുന്നില് മാനം രക്ഷിക്കാൻ അതേ മുഹൂർത്തത്തില് മറ്റൊരു കല്യാണം. കൃഷ്ണവേണിക്ക് പകരം ലേഖ. അങ്ങനെ ഒരു പകരക്കാരിയാവാനുള്ള യോഗ്യതയുള്ളൂ അമ്മ എനിക്ക്. അതുകൊണ്ടാ എനിക്കിത് സമ്മതമല്ലെന്ന് ഞാൻ പറഞ്ഞത്. മോളെ, നീ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ദേ, എനിക്കും അച്ഛനും ഒക്കെ പണ്ടേ ഈ ബന്ധത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അന്ന് അവനൊരല്പം പുറകോട്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ഇപ്പോ ഈശ്വരനായിട്ട് ഇങ്ങനൊരു അവസരം തന്നപ്പോ നീ അത് തട്ടിത്തെറിപ്പിക്കരുത്. എല്ലാം നിന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് കരുതി. വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം വേണ്ടെങ്കിലോ. വേറൊരു പെണ്ണിനെ മനസ്സിലേറ്റ് നടന്നില്ലേ അയാള്? ഒടുവിൽ അവള് കളഞ്ഞിട്ട് പോയപ്പോ ഇങ്ങോട്ടൊന്ന് ചാഞ്ഞാക്കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടാവും. ആ മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. കെട്ടും, കെട്ടിച്ചിരിക്കും ഈ കുമാരൻ നായർ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ഒരുപാട് ലാളിച്ചു വളർത്തിയത് ഞങ്ങളുടെ തെറ്റ്. പക്ഷെ അത് മുതലെടുത്ത് എല്ലാ കാര്യങ്ങളിലും വാശി കാട്ടുന്നുണ്ടല്ലോ. ഇങ്ങനെ ഒരുത്തി ഇല്ലെന്ന് കൂട്ടി ഞാൻ. അച്ഛനെ കൊണ്ട് അങ്ങനെ ഒരു വേഷം കെട്ടിക്കാൻ എന്റെ മോള് നോക്കരുത്. സ്വഭാവം ശരിക്കറിയാമല്ലോ. പറഞ്ഞാൽ പറഞ്ഞതാ കുമാരൻ നായര്. ഓർത്തോ സുമതി, ഇനി ഇവളോട് അഭിപ്രായവും സമ്മതവും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിശ്ചയിച്ച ദിവസം തന്നെ ഈ കല്യാണം നടക്കും. ഹരി ഇവളുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. ഇനി മറുത്തൊരഭിപ്രായം ഈ വീട്ടിൽ ആരുടെയും നാവിൽ നിന്നുണ്ടാവരുത്. പറയുന്നത് അനുസരിക്കും മോളെ. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അച്ഛൻ പറയുന്നേ. ഹലോ, ആ, ഇത് ഞാനാ കുമാരൻ. എന്താ ഏട്ടാ? ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അവൻ സമ്മതിച്ചോ? അത് ഇതുവരെ അവനൊന്നും പറഞ്ഞിട്ടില്ല. നീ താളം തുള്ളാതെ കാര്യം തെളിച്ചു പറ കുഞ്ഞലക്ഷ്മി. അവന് സമ്മതമല്ലേ? ഓ, അത് തന്നെ ആയിരിക്കും നിന്റെ ഇഷ്ടം. അയ്യോ, അങ്ങനെയല്ല ഏട്ടാ. ഞാൻ അവനോട് എന്നും പറയാറുണ്ട്. പക്ഷെ അവനൊരുമാതിരി അയഞ്ഞ മട്ട. അയഞ്ഞാലും കൊള്ളാം, മുറിയാലും കൊള്ളാം. ഒരു തീരുമാനം എനിക്ക് ഉടനെ അറിയണം. ആവശ്യം എന്റേത് മാത്രമല്ല, അത് നല്ല ഓർമ്മ വേണം. എനിക്കറിയാം. അവന്റെ കല്യാണ ദിവസം വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ നമ്മൾ ആലോചിച്ചതൊക്കെ തന്നെ നടക്കണം. ഇല്ലെങ്കിലേ ഇങ്ങനെ ഒരു കൂടപ്പിറപ്പും മരുമകനുമില്ലെന്ന് ഞാൻ അങ്ങ് കരുതും.
എന്താമ്മേ? ഏട്ടനാ ഇപ്പൊ വിളിച്ചത്. ലേഖയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്നറിയാൻ. തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. വീണ്ടും എന്തിനാ അതും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വരുന്നത്? ഞാൻ മുന്നിൽ വരുന്നത് തന്നെ എന്റെ മോന് ശല്യമായി തുടങ്ങിയല്ലേ. എന്നിൽ നിന്ന് എന്റെ മോൻ ഇത്രയ്ക്ക് അകന്നു കഴിഞ്ഞെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്തിനാ ഈ എഴുതാപ്പുറം വായിക്കുന്നത്? അമ്മ ഒരു ശല്യമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല, ഇനിയൊട്ട് തോന്നുകയില്ല. ഞാൻ ഉദ്ദേശിച്ചത് അമ്മാവന്റെ കാര്യമാണ്. ലേഖയെ വിവാഹം കഴിക്കില്ല എന്നുള്ള നിന്റെ തീരുമാനം മാറ്റാൻ നീ തയ്യാറല്ലേ? പറയടാ. രണ്ടിലൊന്ന് എനിക്കിപ്പോ അറിയണം. എന്നിട്ട് വേണം എനിക്കും ചിലത് തീരുമാനിക്കാൻ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ? അമ്മയും അമ്മാവനൊപ്പം ചേർന്ന് എന്നെ വേദനിപ്പിക്കുകയാണോ? നീ വേദനിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഏട്ടന്റെ ഒപ്പം നിൽക്കുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിട്ടാ ലേഖയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ ഏട്ടൻ മനസ്സ് കാണിക്കുന്നത്. എന്നിട്ടും നീ അതൊക്കെ കണ്ടില്ലെന്ന് കാണിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണമൊന്നുമില്ല. ഞാനും ലേഖയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോവില്ല. അത് തന്നെ. അത് നിന്റെ വെറും തോന്നലാണെങ്കിലോ? പൊരുത്തപ്പെട്ടു പോകുന്ന നീ വിശ്വസിച്ച പെണ്ണിന്റെ കാര്യം എന്തായി? ഓരോ മുട്ടാപ്പോക്കും പറഞ്ഞ് എല്ലാത്തിനും നീ ഒഴിഞ്ഞു മാറുക. ഇനി ഇതൊക്കെ കണ്ടും സഹിച്ചും ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. ദേ, നിന്റെ അമ്മയാണെന്നുള്ള അധികാരം ഉപയോഗിച്ച് ഞാൻ ഏട്ടന് വാക്ക് കൊടുക്കാൻ പോവുക. നിശ്ചയിച്ച ദിവസം തന്നെ ലേഖയുമായിട്ടുള്ള നിന്റെ കല്യാണം നടക്കും. അമ്മേ, നിനക്ക് അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വന്നാ പിന്നെ ഒരു നിമിഷം പോലും നിന്റെ അമ്മ ഉണ്ടാവില്ല. ഒന്നുകിൽ നീയും ലേഖയായിട്ടുള്ള വിവാഹം നടക്കും, അല്ലെങ്കിൽ നീ എനിക്ക് വായിക്കറിയിടും. അന്ന് ഇതിൽ ഏത് നടക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കും. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ആളെ കൊല്ലാന്ന് വല്ല നേർച്ചയുണ്ടോ നിനക്ക്? ഉണ്ടല്ലോ, നേർച്ച ഇവനല്ല എനിക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങനെ തരം കിട്ടുമ്പോഴൊക്കെ ഞാൻ വന്ന് മുഖം കാണിക്കുന്നത്. നിനക്കെന്താ വേണ്ടത്? ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന് പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കതനുസരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കുറെ നാള് കാണാതിരുന്നപ്പോഴേക്കും ഞാൻ തോറ്റു പിന്മാറിയെന്ന് കരുതി അല്ലേ? തമ്മിൽ കണ്ടില്ലെങ്കിലും വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും ജീവനോട് നിങ്ങൾ തിരിച്ചെത്തിയത് എന്റെ പ്രാർത്ഥന ഉണ്ടാ. അപർണയ്ക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്ന 2ാം ജന്മം. പറഞ്ഞു കഴിഞ്ഞോ? എങ്കിൽ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞ ഡ്രൈവറോട്. വഴി കണ്ട ചാവാലികളോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് തീരെ സമയമില്ല. വീട്ടിലെത്താൻ ധൃതിയായോ? പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. എങ്ങനെ, നന്നായി പോകുന്നുണ്ടോ? അത്യാവശ്യം കാശ് വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. മുട്ടിലെഴഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. വളരണം. വളർന്ന് അപർണയ്ക്ക് തരവാകുമ്പോ ഞാൻ വരും. അതുവരെ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ലടി. വിധിക്ക് മുന്നിൽ മരണം കാത്തു കിടന്ന പഴയ ഗോപനല്ല ഇത്. വരുന്നതെന്തും തന്റെ ഇടത്തോടെ നേരിടാനുള്ള ആത്മവിശ്വാസവും ആരോഗ്യമുള്ള ഗോപനായത്. അതുകൊണ്ട് വഴിയിൽ തടഞ്ഞു നിർത്തി അഭ്യാസം കാണിക്കാതെ വേഗം സ്ഥലമിടാൻ നോക്ക്. ആഹാ, നല്ല അസൽ പ്രകടനം. കൊള്ളാം. പുതിയ ഗോപൻ ആള് കൊള്ളാം. മാറ്റം ഇവിടെ മാത്രമേ ഉള്ളൂ, അതോ ഭാര്യയ്ക്കും ബാധകമാണോ? സ്വന്തം ഒന്ന് കരുതി വളർത്തുന്ന കുഞ്ഞ് മറ്റൊരാളുടേതാണെന്ന് അറിയുമ്പോ അതൊക്കെ സഹിക്കാനുള്ള ശക്തി അവൾക്കുണ്ടാവോ? നീ എന്താ അത് പറഞ്ഞാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? നോക്ക്,
എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും സമാധാനത്തോടെ ജീവിക്കാൻ നിന്നെ കൊല്ലേണ്ടി വരുമെങ്കിൽ അത് ചെയ്യാനുള്ള ചങ്കുറപ്പും എനിക്കുണ്ട്. ഇനി എന്റെ വഴി മുടക്കാൻ വരുന്നത് ആലോചിച്ച് വേണം. അമ്മേ, എന്നോടുള്ള യുദ്ധം അമ്മ അവസാനിപ്പിച്ചോളൂ. അമ്മ പറയുന്ന എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ലേഖയെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് അമ്മാവൻ അറിയിച്ചോളൂ. നേരാണോ മോനെ? പൂർണ്ണ മനസ്സോടെയാണോ നീ ഇതിന് സമ്മതിച്ചത്? എന്റെ മനസ്സും ആഗ്രഹമൊന്നും അമ്മ കാര്യമാക്കണ്ട. ഞാൻ സമ്മതിച്ചല്ലോ, അതുപോലെ. സാരമില്ലമ്മേ. അമ്മയ്ക്ക് വായ്ക്കരിടുന്നതിനേക്കാൾ നല്ലതല്ലേ ലേഖയെ എന്റെ ഭാര്യയാക്കുന്നത്?